ഇപ്പൊ ഏത് പ്രൊഡക്റ്റ് വിപണിയിൽ ഇറങ്ങിയാലും അതിന് പരസ്യം അത്യാവശ്യം സാറേ. നമുക്ക് പരസ്യം നമ്മൾ ഈ മാഗസീനിലൊന്നും എഴുതിയിട്ട് ഒരു കാര്യമില്ല. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ആൾക്കാർ തേച്ചവർ അടുത്ത ആൾക്കാരെ തേപ്പിക്കുക, അതാണ് അതിന്റെ ഒരു രീതി. അതല്ല സാറേ, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ ഈ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇപ്പൊ ഈ സാധനം കയ്യിൽ വെച്ചിട്ട് ഈ സാധനം എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ ആൾക്കാരോട് പറയുമ്പോൾ ഈ സാധനം എന്ന് പറയുന്നത് വെള്ളാരം യൂത്ത് ക്രീം. ഈ വെള്ളാരം യൂത്ത് ക്രീം ഇപ്പൊ മമ്മൂട്ടി മോഹൻലാൽ ഇത് കയ്യിൽ വെച്ചിട്ട് മക്കളെ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ വിളക്കും വെള്ളാരം യൂത്ത് ക്രീം എന്ന് മോഹൻലാൽ പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ മമ്മൂക്ക ഒരാഴ്ച കൊണ്ട് വെറും ഒരാഴ്ച കൊണ്ടാണ് നിങ്ങൾ വിളക്കാൻ പോകുന്നത് വെള്ളാരം യൂത്ത് ക്രീം. ഇങ്ങനെ ഒരു സാധനം വന്നെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. നമുക്ക് ഇതൊക്കെ മാറ്റാം, ഓഫീസൊക്കെ മാറ്റേണ്ടി വരും ചിലപ്പോ. നമ്മൾ ഈ പരസ്യമില്ലാത്ത കൊണ്ടാണ് ബിസിനസ് കുറവെന്നുണ്ടെങ്കിൽ പരസ്യം ചെയ്യാം. അപ്പൊ മമ്മൂട്ടിനെ മോഹൻലാലിനെ ആരാന്ന് വെച്ചാല് വിളിച്ചിട്ട് വന്ന് ചെയ്തോളാൻ പറയും. അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കേണ്ടി വരും. റെമ്യൂണറേഷൻ ഒക്കെ കൊടുക്കണോ? പൈസ കൊടുക്കണ്ടേ? ഞാൻ ഈ സത്യത്തില് പരസ്യത്തിന് അങ്ങനെ ഒരു ബഡ്ജറ്റ് ഒന്നും കണ്ടിട്ടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, മമ്മൂട്ടിനെ മോഹൻലാലിനെ ആരാന്ന് വെച്ചാൽ വിളിച്ചിട്ട് അവരോട് ഒരു ഓഫർ കൊടുക്ക്. അവരോട് പറയേ ആരായാലും നമ്മൾ ഒരു വർഷത്തേക്ക് തേക്കാനുള്ള വെള്ളാരം യൂത്ത് ക്രീം ഫ്രീ ആയിട്ട് അവർ വീട്ടിലെത്തിച്ചു കൊടുക്കുമെന്ന് പറയും. സാർ ഇവർക്ക് ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ എങ്ങോട്ട് വെളുക്കാനത് തേച്ചിട്ട്? അല്ലാതെ വെളുക്കൽ മാത്രമല്ലല്ലോ, വെള്ളാരം യൂത്ത് ക്രീം അല്ലേ, ചെറുപ്പമാവുമല്ലോ. അത് കൂടെ പറയും അവരോട്. നിങ്ങൾ ഇതാണ് ബിസിനസ് അറിയില്ല നിങ്ങൾ. എത്ര ബഡ്ജറ്റ് കാണണം അതൊന്ന് പറയും സാർ. ഞാൻ നമ്മുടെ ഈ പരസ്യത്തിനായിട്ട് എനിക്കിപ്പോ നോക്കണമെങ്കിൽ ഒരു അങ്ങനെ വരണമെങ്കിൽ ഞാനൊരു 1,00,000 രൂപ നമുക്ക് ബഡ്ജറ്റ് വെക്കാം. 1,00,000? 1,00,000. എടാ, ആർട്ടിസ്റ്റ് വന്നേക്കുമ്പോൾ ഒരു മിഡ് വെച്ചാൽ മതി. ആദ്യം മിഡ് വെച്ചിട്ട് ഇൻസെർട്ടിൽ പുള്ളിയുടെ ബ്ലാക്ക് കളറിലെ പഴയ പടം നമ്മൾ കാണിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇയാൾ വെളുത്തതിൻ്റെ ഡയലോഗ് ഉള്ളത്. അല്ല, അപ്പോൾ ഒരു വൈഡ് പോയിട്ട് മിഡിലോട്ട് പോയപ്പോഴും ഞാൻ പറയാം മിഡ് വെക്കാൻ പറഞ്ഞാൽ നീ മിഡ് വെക്കാം. എന്നെ പഠിപ്പിക്കണ്ട, ഞാൻ കുറേ നാളായത് കേട്ടാ. അതെ, 50,000 റുപ്യാണ് MD ഇതിനു വേണ്ടി അനുവദിച്ചത്. അല്ല, ഒന്നെന്നാണല്ലോ പറഞ്ഞത്. അത് മാറ്റി. എപ്പോ? അതിപ്പോ സിനിമാക്കാരന് നല്ലല്ലോ എന്നിട്ട് 50 ആക്കി. അതാണ് പറഞ്ഞേ. നോക്കിയില്ല ഡയലോഗ്. ഇതാണ് അതിന്റെ മാർക്കറ്റിംഗ് മാനേജർ സാർ. ഇത് ആർട്ടിസ്റ്റ് മോഹൻ. അതെ, നിങ്ങളൊന്ന് പറഞ്ഞെടുത്തേക്ക് ചെയ്യേണ്ട എന്താന്ന്. വെറുതെ വന്ന് നിന്നിട്ട് വളരെ നോർമലായിട്ട് വരാം, ക്യാമറക്ക് ലുക്ക് തരും. അവിടെ നോക്കിയിട്ട് ഡയലോഗ് ഇങ്ങനെ പറയണം. വളരെ നിരാശനായി നിന്നുകൊണ്ട്, കഴിഞ്ഞ 1 മാസം മുമ്പ് വരെ എൻ്റെ നിറം കാരണം ഞാൻ വളരെ നിരാശനായിരുന്നു. എൻ്റെ കറുത്ത നിറം എൻ്റെ ജീവിതം തന്നെ എന്നെ വെറുപ്പിച്ചു. വീട്ടുകാർ എന്നെ ഒറ്റപ്പെടുത്തി. എനിക്കൊരു വിവാഹം പോലും നടക്കുന്നില്ല എൻ്റെ കളറ് കാരണം. അപ്പോഴാണ് ഞാൻ ഈ വെള്ളാരം യൂത്ത് ക്രീമിനെ കുറിച്ച് അറിഞ്ഞത്. അത് പെരട്ടി 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കളർ ഇങ്ങനെയായി. വാവ്, കിട്ടിയത്. ഇതല്ല, ഇതിലും നന്നാക്കി പറയണോ? ഇതുപോലെ തന്നെ പറയാം. ഈ ഫീല് വേണം. നോക്കാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലോ? ഇത് കൈ പിടിക്കണ്ടോ? ഇല്ല, പറയാ ഒന്ന് നോക്കാം. റെഡി? നോക്കാം. സൈലൻസ്, റോൾ, ആക്ഷൻ. കഴിഞ്ഞ 1 മാസം വരെ വിഷ്ണു ഒന്ന് ടച്ച് ചെയ്ത്. എന്താ മോഹന, നേരം വെളുത്തപ്പോ തൊട്ട് നിനക്ക് പുട്ടിയിരുന്നല്ലേ? ടച്ച് ചെയ്യാൻ ആക്ഷൻ പറയുമ്പോഴാണ് ടച്ച് ചെയ്യണ. വേമാറ്. ആക്ഷൻ. നമസ്കാരം. കഴിഞ്ഞ 1 മാസം മുമ്പ് വരെ ഞാൻ വളരെയധികം നിരാശനായിരുന്നു. വർക്കില്ലാണ്ടായിരിക്കും. കട്ട്. അങ്ങനെയല്ല പറയേണ്ടത്. ഇത് നാടകം തുടങ്ങാൻ അനൗൺസ് ചെയ്യണ പോലെ അല്ല. നമ്മൾ സാധാരണ ഒരാൾക്ക് അനുഭവം വന്നിട്ട് അയാൾ ഉള്ളിന്ന് പറയണ പോലെ പറയണം. ഞാൻ പറഞ്ഞു തന്നില്ലേ? കഴിഞ്ഞ 1 മാസമായി ഞാൻ വളരെ നിരാശനായിരുന്നു. പറഞ്ഞേ ഒന്ന് നോക്കാം. ജീവ ഒന്ന് നോക്കാം. കഴിഞ്ഞ 1 മാസം വരെ ഞാൻ വളരെയധികം നിരാശ. അതല്ല നമുക്ക് വേണ്ടത്, അതല്ല. അതെ, ഇപ്പൊ ഇതിന് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അവന്റെ വർത്തമാനത്തിലൊക്കെ കുറച്ച് ജാടുണ്ട്. അപ്പൊ വന്നപ്പോ ശ്രദ്ധിച്ചോ, ഞാൻ ഷൈക്കിന്റെ അടുത്തോ ഷൈക്കിന്റെ രണ്ടേ പോയി. ഇല്ല, അവൻ കുറെ ആട് ചെയ്തിട്ടില്ല, നമുക്ക് ശരിയാക്കി എടുക്കാം. ഇത്ര കളർ വേണ്ടല്ലോ നമ്മളെ ആൾക്ക്. ഇത്രയും കളർ തന്നെ ആക്കിയത് രാവിലെ തൊട്ട് 4 ആള് കൂട്ടിയിട്ടിട്ടാണ്. അവന് കളറൊന്നുമില്ല. ഇത് കളറാക്കിയതാ? കളറാക്കി. അവന്റെ യഥാർത്ഥ പടം നമ്മ സൈഡിൽ കാണിക്കും. ഇത് ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന മുമ്പുള്ള നമ്മ കാണിക്കും. അപ്പൊ രണ്ടിനും പറ്റിയ ആളാണിത്.
കിടക്കുന്ന ആ പച്ച കളറില്ലേ അത് മഞ്ഞൊക്കെ ആറ്റം വരും, പച്ചയാകുമ്പോ അതിനൊരു ആ കളറൊന്നും കാണൂല. ഇതൊരു ഗ്രീൻ മാറ്റാണ്, പുതിയൊരു ടെക്നോളജിയാണ്. അതിന്റെ പുറകിൽ നമുക്ക് ഈ ക്രീമിന്റെ പെട്ടിയും പാക്കറ്റും ഒക്കെ ഇങ്ങനെ കറങ്ങും നിന്നിട്ട് അങ്ങനെ വരും. ഫൈനൽ ഔട്ടിൽ അതൊന്നും ഉണ്ടാവില്ല, പച്ചക്കളർ ഉണ്ടാവില്ല, പച്ചയൊന്നും ഉണ്ടാവില്ല. അത് ഞാൻ കാണിക്കുമ്പോ ഇപ്പൊ അഭിപ്രായം പറയല്ലേ, ഞാൻ ആകെ ടെൻഷൻ. നോക്കാം നമുക്കത്. മോൻ ഓക്കെ അല്ലേ? ഓ ഓക്കെ. അറിയാൻ പാടില്ലേ, പറയണം. ഇല്ല കുഴപ്പമില്ല. ഓക്കെ ബൈ ഹാർട്ട്. സൈലൻസ്, റോൾ, ആക്ഷൻ. നമസ്കാരം. കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ ഞാൻ വളരെയധികം നിരാശനായിരുന്നു. ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. കാരണം ഞാൻ വളരെ കറുത്തിട്ടായിരുന്നു. എൻ്റെ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം എന്നെ അവഗണിക്കുമായിരുന്നു. എൻ്റെ 12 വിവാഹാലോചനകൾ വരെ മുടങ്ങിപ്പോയി. ആ സമയത്താണ് ഞാൻ വെള്ളാരം യൂത്ത് ക്രീമിനെ പറ്റി അറിയുന്നത്. ഒരു മാസം ഞാൻ ഇത് ഉപയോഗിച്ചതേ ഉള്ളൂ. എൻ്റെ മുഖം നോക്കൂ, വാവ്, എന്ത് മാറ്റം ഞാനല്ലേ പറയേണ്ടത്? സാക്കിയിട്ട് പറഞ്ഞു പോയതാ. ഓൻ ഒഴിവായിക്കളോ, ഓൻ കട്ടായി. നിന്നോടല്ലേ പറഞ്ഞത് മനസ്സിലായെന്ന് ചോദിച്ചപ്പോ നീ മനസ്സിലായെന്ന് പറഞ്ഞു. ഞാൻ ഡയലോഗ് കറക്റ്റ് ആയിരുന്നു. ഡയലോഗ് കറക്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, ഫീലിൽ പറയണം. ഞാൻ പറഞ്ഞു തന്നില്ലേ നിന്നോട്? ഫീൽ ഉണ്ടായിരുന്നു. എവിടെ ഫീൽ ഉണ്ടായി? പൈസ ചോദിക്കണ നേരത്ത് ഫീൽ ഉണ്ടായി നിനക്ക്. ഇതിൽ പറയണ്ടേ? ഓൻ വേണ്ട, വേറെ ആളെ വെക്കി. കുറെ കാലമല്ല മോഹന നീ തൊഴിൽ തുടങ്ങിയിട്ട്. ഒരു ചെറിയ ഡയലോഗ് നിനക്ക് പറയാൻ പറ്റില്ലേ? ഒരു ദിവസം വർക്കിന് വിളിച്ചാൽ ഞാനിപ്പോ ആടിന് 50 ആണ് വാങ്ങണ, 1 lakh ആണ് വാങ്ങണ. വാങ്ങിയിട്ട് കാര്യമില്ല, അത് പെർഫോമൻസിന് വരണം. അല്ല ഇപ്പൊ തരുന്ന 50 മുഴുവൻ ഇവന് കൊടുക്കുക. അതവൻ ചോദിക്കില്ല, 5 രൂപ കൊടുത്തോളൂ. അതെ, നിങ്ങൾ വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയും. MD ഇപ്പൊ വിളിക്കുമ്പോ പറയണം ഇവനെ ഒഴിവായി കളി. വേറെ എന്താ ഇപ്പൊ നടക്കാൻ പറ്റുന്നു? ചക്കരേ, ഇനി പറയാൻ നിൽക്കണ്ട, നീ ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞേ. സാറേ, നമുക്ക് ഇവനെ കൊണ്ട് പറയിപ്പിച്ചാലോ? ഇവനോ? ആ പച്ച ഷർട്ട് ഇട്ടാണ്. അവൻ പറയും എടുക്കാനാണ്. അല്ല ഓ കറുത്തിട്ടല്ലേ? അവനെ വെളുപ്പിക്കാമല്ലോ നമുക്ക് മേക്കപ്പ് ചെയ്ത്. അങ്ങനെയൊക്കെ വെളുക്കുവോ? പിന്നെ വെളുക്കൂലേ. നിങ്ങൾ ഈ സീരിയൽ നടിമാരെ കണ്ടിട്ടുണ്ടാ? അവര് അഭിനയിക്കാൻ രാവിലെ വരുമ്പോ പെറ്റ തള്ള കണ്ടാ സഹിക്കൂല. ആ കോലാണ് നമ്മൾ അങ്ങനെ ആക്കി എടുക്കണത്. ഫുള്ള് മേക്കപ്പ് അല്ലേ? പിന്നില്ലേ പറയിപ്പിച്ചാലോ? ചക്കരേ, ഞാൻ പറഞ്ഞ ഫീലില്ലേ, അതുപോലെ നീ ഒന്ന് വായിച്ചേ. അവനല്ല, നീ വായിക്ക്. ഒന്ന് വായിക്ക് മോഹൻ, അത് കേൾക്ക്. കഴിഞ്ഞ ഒരു മാസം വരെ ഞാൻ വളരെ നിരാശനായിരുന്നു. ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു. ഞാൻ വളരെ കറുത്തിട്ടായിരുന്നു. നാട്ടുകാരും വീട്ടുകാരും എന്നെ അവഹേളിച്ചു. എൻ്റെ വിവാഹം പോലും മുടങ്ങിപ്പോയി. ആ സമയത്തായിരുന്നു ഞാൻ ഈ ക്രീം പരിചയപ്പെടുന്നത്. ഈ ക്രീം ഉപയോഗിച്ചതിന് ശേഷം എന്നിൽ വളരെയധികം മാറ്റമാണ് വന്നത്. വാവ്, നോക്കൂ ഈ ക്രീം. ഇതാണ് ഫീല്, ഇതാണ് നമുക്ക് വേണ്ടിയേ. എടാ നീയേ അവനെ കൊണ്ടുപോയിട്ടെ ഒരു 3 ലെയർ പൊട്ടിയിട്ടിട്ടൊന്ന് വെളുപ്പിക്കും. അവൻ മതി. നീ ആ ഷർട്ടും പാൻറ്റും അവൻ അഴിച്ചു കൊടുക്കുക, അവൻ പറഞ്ഞോളും. അപ്പൊ എന്റെ ഷോർട്ടൊന്നുമില്ല, നീ ആ ഷർട്ട് അങ്ങോട്ട് ഊരി കൊടുക്കും. അതേ ഇവനാകുമ്പോ 50,000 രൂപ ആവശ്യം വരില്ലല്ലോ അല്ലേ? ഇവനാകുമ്പോ 10-75 രൂപ വേണ്ടി വരും. അതെ, അവനെ വെളുപ്പിച്ചെടുക്കാൻ 10-35,000 രൂപ ആവൂലേ? പിന്നെ ഞാൻ ഈ മോഹനെ കൊണ്ട് പറ്റാത്തേക്ക് ഇവനെ കൊണ്ടാ ചെയ്യിക്കണ. പിന്നെ മിടുക്കനാണ് ഇവൻ, പൊളിക്കും. ബ്രേക്ക്. അവൻ വരട്ടെ.